ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റൈസ് കേക്കാണ്. വേറൊന്നുമില്ല, നമ്മുടെ കലത്തപ്പം ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. നമ്മൾ സാധാരണ പാനിലും പ്രഷർ കുക്കറിലും ഒക്കെ കലത്തപ്പം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഓവനിൽ ഉണ്ടാക്കിയ കലത്തപ്പാണിത്. നല്ല ടേസ്റ്റാണ്. കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ പാനിൽ ഉണ്ടാക്കിയ പോലെ ഒന്നുമല്ല, ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചർ ഒക്കെ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാം. നല്ലൊരു സ്നാക്കാണ് ഈ കലത്തപ്പം. ന്യൂ ജനറേഷൻസ് അധികം പ്രിഫർ ചെയ്യുന്നത് ഓവൻ കുക്കിംഗ് ആണ്. അപ്പോൾ ന്യൂ ജനറേഷനെ ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണിത്. നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ കലത്തപ്പം ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ബിരിയാണി റൈസ് എടുക്കാം, പച്ചരി എടുക്കാം. ഇതിനെ നമുക്ക് 3 മുതൽ 5 മണിക്കൂർ വരെ സോക്ക് ചെയ്തെടുക്കാം. 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അരിയെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ശർക്കര ചേർക്കാം. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ശർക്കരയെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് അരിച്ചതിന് ശേഷം വേണം പാനിലോട്ട് ചേർക്കാൻ. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി എത്രത്തോളം ലൂസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ അരിയുടെ ഒന്നും മുകളിലോട്ട് വെള്ളം വെക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരിഞ്ഞു വരട്ടെ. അടുത്തതായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇനി ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഈ ചൂടായ പാനിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറക്കാവട്ടെ, അതുവരെ ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. ഈ ചെറിയുള്ളിയുടെ ഫ്ലേവർ ആട്ടോ കലത്തപ്പത്തിന് വരേണ്ടത്. ഇനി കലത്തപ്പത്തിൻ്റെ ഫ്ലേവർ അല്ല നമ്മുടെ റൈസ് കേക്കിന് വേണ്ടത് എങ്കിൽ ഈ ചെറിയുള്ളിയെ നമുക്കങ്ങ് ഒഴിവാക്കാം. അപ്പോൾ ചെറിയുള്ളിയുടെ ഫ്ലേവർ വരികയില്ല, സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരികയും ചെയ്യും. ചെറിയുള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിന്ന് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് മാറ്റി വയ്ക്കാം. ഫൈനൽ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അടിയിലൊന്നും പിടിക്കരുത്. ഈ ബാറ്റർ നന്നായിട്ട് ചൂടായി വരണം. സാധാരണ നമ്മൾ കലത്തപ്പത്തിനും ഇതുപോലെ ചൂടാക്കി എടുക്കും. നന്നായിട്ട് ചൂടായി വരട്ടെ. അത്യാവശ്യം കുറച്ച് തിക്നെസ്സോട് കൂടെ തന്നെയാണ് കേട്ടോ ഈ ബാറ്റർ ഉള്ളത്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണേ. ഇനി നമുക്ക് ഉപ്പ് കൂടെ ചേർക്കണം. 1-2 പിഞ്ച് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് 4-5 ഏലക്കയും 1/4 ടീസ്പൂണോളം നല്ല ജീരകവും വറുത്ത് പൊടിച്ച് ചേർക്കണം. ഇങ്ങനെ വറുത്ത് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടോടുകൂടെ തന്നെ നമുക്കിതിനെ ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിക്കാം. ഞാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് ടിന്. വേണമെങ്കിൽ മാത്രം പാച്ച്മെൻറ്റ് പേപ്പർ വിരിച്ചു കൊടുത്താൽ മതി. അൺമോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാച്ച്മെൻറ്റ് പേപ്പർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിതിനെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവന് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിനെ ഓവനിലോട്ട് മാറ്റാം. 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. അത് ഓരോ ഓവനിലും കുറച്ച് സമയമൊക്കെ മാറ്റമുണ്ടായിരിക്കും. ഇത് 10 മിനിറ്റിന് ശേഷമുള്ള ബാറ്ററാണ്. ബാറ്ററിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ലൊരു ലുക്കിന് വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീണ്ടും ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് കേക്ക് അല്ലെങ്കിൽ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 45 മിനിറ്റ് എടുത്തു ബേക്കായി വരാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ചെക്ക് ചെയ്യാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ അൺമോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനെ ഞാനൊരു വയറാക്കിലോട്ട് മാറ്റിയാണ്. ഇരുന്ന് തണുത്ത് വരട്ടെ. ബാക്കിലെ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ നമുക്ക് എടുത്ത് കളയാം. 1/2 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ കലത്തപ്പാണിത്. നല്ല സോഫ്റ്റ് ആട്ടോ കലത്തപ്പം.
നമുക്കിനി കലത്തപ്പം മുറിച്ച് നോക്കാം. ചെറിയുള്ളിയുടെയും അതുപോലെ തന്നെ ശർക്കരയുടെയൊക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിതിനെ ഈവനിങ് സ്നാക്കായിട്ട് സെർവ് ചെയ്യാം, ഗസ്റ്റ് വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഒരു ട്രഡീഷണൽ ഐറ്റം കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കലത്തപ്പം ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മുടെ കേക്കിൻ്റെ അകത്തെ കൺസിസ്റ്റൻസി പോലെ തന്നെ ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഓവനിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള കലത്തപ്പം അല്ലെങ്കിൽ റൈസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.